ഇന്നൊരു സിമ്പിൾ വെരി സിമ്പിളായിട്ടുള്ള ഒരു പിസ്സ റെസിപ്പി ആയാലോ? സിമ്പിളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള 2-3 സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വിശക്കുമ്പം ഒന്ന് വയറ് നിറയാനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി പിസ്സ റെസിപ്പിയാണ്. അത് നമുക്ക് വീഡിയോസിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അപ്പം ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. അത് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മൈദ കലക്കിയിട്ട് അതിൻ്റെ ദോശമാവാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ വീട്ടിലുള്ള സവാളയും തക്കാളിയും മാത്രമുണ്ട് ഈ പിസ്സയിലേക്ക് ചേർക്കുന്നത്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ട് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ചോദിക്കും, നിങ്ങൾ സവാള പിസ്സയിലേക്ക് ഇടും? ഇതൊരു നമ്മുടെ സാധാരണക്കാരുടെ പിസ്സയാണ് കേട്ടോ, അതുകൊണ്ട് സവാള നമുക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് ഒരു പീസ് ചിക്കൻ ഫ്രൈ ചെയ്തത് അത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറേയൊന്നും വേണമെന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ടൊമാറ്റോ സോസ് ആവശ്യത്തിൽ കൂടുതലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ചീസ് കയ്യിലുണ്ടെങ്കിൽ ഒരു സ്ലൈസ് ചീസോ 2 സ്ലൈസ് ചീസോ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് കഷ്ണിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-20 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ 20 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പം കഴിച്ചു നോക്കിയപ്പോൾ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ സാധാരണക്കാരുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറന്നു പോകണ്ട, കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കിക്കോളൂ. നല്ലതുപോലെ മെൽറ്റായിട്ട് ആ ചീസ്, കൂടുതൽ ടേസ്റ്റ് ആവശ്യമുള്ളവർ ചീസൊക്കെ കൂടുതൽ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.